ഇന്ന് ഞാൻ പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല അടിപൊളിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിലേക്ക് കുറേ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് മാത്രം മതിയാവും കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എത്ര ഓയിൽ കുറവുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ 2 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കറുത്ത പഴമൊന്നും ഉണ്ടെങ്കിൽ കളയണ്ട, ഇതേപോലെ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാ 2 പഴം എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ. അപ്പം നമ്മളെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമുക്ക് പഴം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്നതിനാന്ന് വെച്ചാൽ നമ്മളിതിപ്പം വാട്ടിയെടുക്കുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിനാണ് ഇതേപോലെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് മുഴുവനായിട്ട് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര പഴം വേണമെങ്കിലും എടുക്കുക. ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മാത്രം മതിയാവേ. അപ്പോൾ ഇതാ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് മാത്രം മതിയാവും കേട്ടോ. നമ്മളിപ്പോൾ 2 പഴമാണ് എടുത്തത്. അപ്പോൾ അതിലേക്കുള്ളൊരു കണക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ 1 പിടി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്താൽ മതിയാവും കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 2 കൂട് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് മാത്രം പഞ്ചസാര എന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് പഴത്തിനും കൂടിയും മധുരം ഉണ്ടാവില്ല. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിൽ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു മുട്ടൻ്റെ വെള്ളത്തിൽ തന്നെ ഈ ഒരു പഞ്ചസാര അലിഞ്ഞ് കിട്ടണം. അതുവരെ നമ്മളിതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും കോൺഫ്ലവർ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒന്നും കൂടി ബീറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിനെ. പിന്നെ ഇത് ഒരു 1/2 ടീസ്പൂണ് മൈദ ആണ് കേട്ടോ. 1/2 ടീസ്പൂണല്ല 1/2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം മതിയാവുക. പിന്നെ നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. ഈ ഒരു മുട്ടൻ്റെ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ഇത് ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. നമ്മൾ ഇതിൽ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമ്മൾ മുറിച്ചിട്ട പഴത്തിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കോട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമാണ്. കുറച്ചൊന്ന് കോട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണ് കേട്ടോ. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇത് വാട്ടിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറേ ഒന്നും വേണ്ട കേട്ടോ. നമ്മളിത് വാട്ടിയെടുക്കുന്നില്ല പഴം, അത്രയും മതിയാവും കേട്ടോ. കറക്റ്റും കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മുക്കി പൊരിക്കുന്ന സമയത്ത് ഈ ഒരു കൂട്ടിലെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തെറിച്ച് പോകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വാട്ടിയെടുക്കുന്ന പോലെ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇത്രയും ഓയിലിൻ്റെ അകത്താണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇതിന് കുറേ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ബാക്കിയുള്ളതും കൂടി ഇതിൽ തന്നെ നമുക്കിങ്ങനെ വാട്ടിയ പോലെ മുരിച്ചെടുക്കുക. അപ്പോൾ ഓരോന്നും ഇതേപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യിൽ ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നെയ്യില്ല ചേർത്ത് കൊടുക്കുന്നത്, ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ സൈഡായി കിട്ടും കേട്ടോ. നമ്മൾ അധികം തീ കൂട്ടി വെക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഇതിൽ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തില്ലല്ലോ, വെറും മുട്ടല്ലേ. അപ്പം പെട്ടെന്ന് തന്നെ ആയിക്കോളൂ. എന്നിട്ട് ഒരു ഭാഗം മറിച്ചിട്ടതിന് ശേഷം മറ്റേ ഭാഗവും കൂടി ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ മുരിച്ചെടുക്കുക. ഒന്ന് മുരിഞ്ഞ് ഇതേപോലെ ഒന്ന് ചുവന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂളും വിട്ട് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു റെസിപ്പിയും കൂടിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും.
ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ അടുത്തതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാന്ന് ചെയ്യുന്ന. വേറെ ഓയിലും വെളിച്ചെണ്ണ ഒന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തില്ലേ. ഈ ഒരു ഓയിൽ കിടന്നിട്ട് അങ്ങനെ ആയി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു 2 പഴം കൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് നിറയെ ചായക്കടി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നു കേട്ടോ. പറ്റും കേട്ടോ ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ട്രിപ്പ് കൊണ്ട് ഞാൻ ഇത് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടോ. ഇതും അതുപോലെ തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് നമ്മൾ തയ്യാറാക്കിയത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. പിന്നെ മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പം കുറച്ച് മധുരമാണ് ഇട്ട് കൊടുത്തത്. പഴത്തിൻ്റെ മധുരം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ.